കാട്ടുമുല്ലേ നാണം കാട്ടിയിടല്ലേ, നീ കാത്തിരിക്കും വണ്ട് വന്നില്ലേ, കരിവണ്ട് വന്നില്ലേ, ചുണ്ടട്ടണന ടണന ടനനന്ന, അങ്ങനെ ഒരു പാട്ട്. അതായത് രതിവിരതികളുടെ നൃത്തമാണ്. ഈ എന്താണ് ഹരിശ്ചന്ദ്രയുടെ മനസ്സിളക്കാനായിട്ട് രതിവിരതികളുടെ നൃത്തമായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ പാടുന്നത്. പക്ഷെ അമ്മ അത് പാടിയെങ്കിലും അതിനകത്ത് 10-15 പാട്ടുകളുണ്ട്. ഇതെല്ലാം അമ്മ കോറസ് അമ്മയും കൂടെ ചേർന്നാണ് പാടിയിട്ടുള്ളത്. അതിനകത്ത് എങ്ങനെയോ അച്ഛനും അതിനകത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അളിവേണി എന്തു ചെയ്യൂ ഹന്ത ഞാനിനി മാനിനി, അളിവേണി എന്തു ചെയ്യൂ ഹന്ത ഞാനിനി മാനിനി, അളിവേണി എന്തു ചെയ്യൂ. ഇപ്പം മദ്രാസിലും തെലുങ്കാനയിലുമുള്ള ഒരുപാട് സംഗീതജ്ഞർ ഇത് പാടുന്നുണ്ട്, ആരുടെയാണെന്നറിയാതെ. അങ്ങനെ ഇപ്പോഴും ഒരുപാട് ഇവർ പാടുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് അച്ഛൻ്റെ ആണെന്ന് അറിഞ്ഞുകൂടാ ആർക്കും. മലയാളത്തിന് അതെ, മലയാള ശാസ്ത്രീയ സംഗീത ശാഖയ്ക്ക് ഇത്രയും സംഭാവനകൾ ചെയ്ത ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കരുണ ജീവാനന്ദ താമസം കൃഷ്ണ ശ്രീരാഗം എന്നുള്ള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് അത് അച്ഛനാണ് ചെയ്തിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല. ഒരുപാട് ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നാൽ പോലും ഒരുപാട് പേര് ഇത് പാടിയിട്ടിട്ടുണ്ട്. ഒരിടത്തും അച്ഛൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒന്നാമത് ആ കമ്പോസറിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അത് ഇല്ല, ആർക്കും അറിയില്ല. അതുപോലെ അളിവേണി എന്തു ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സ്വാതിരുനാളുടെ ഒരു പദമുണ്ട് കുറിഞ്ചി രാഗത്തിൽ. കുറിഞ്ചി രാഗത്തിൽ അളിവേണി എന്തു ചെയ്യൂ ഹന്ത ഞാനിനി മാനിനി, അളിവേണി എന്തു ചെയ്യൂ ഹന്ത ഞാനിനി മാനിനി, അളിവേണി എന്തു ചെയ്യൂ. ഇത് ഒരുപാട് പേര് ഈ നൃത്തത്തിനായിട്ടും ഈ മോഹിനിയാട്ടം ചെയ്യാനായിട്ടും ഒക്കെ അല്ല മറ്റ് ഡാൻസ് ഫോമിലൊക്കെ കളിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. അത് പദമാണ്, പദം. പക്ഷെ ഇത് തീർച്ചയായിട്ടും അളിവേണി എന്തു ചെയ്യൂ എന്ന് എഴുതി വെച്ചാൽ മാത്രമല്ല ആരും ഇത് ശ്രദ്ധിക്കണം എന്നില്ലല്ലോ, പാടണം എന്നില്ല. അതിന് സംഗീതം വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി. പക്ഷെ ഇതറിയില്ല, അച്ഛനാണ് ചെയ്തത്. വളരെ ഒരു സംഗീത രംഗത്ത് നിൽക്കുന്ന കുറച്ച് പേർക്ക് അറിയാമെന്നല്ലാതെ മറ്റു പലർക്കും അറിയില്ല. ഈ പദം സ്വാതിരുനാളിൻ്റെ പദമാണ്. അത് അന്ന് എങ്ങനെ പാടിയിരുന്നു എന്ന് ആർക്കും അറിയില്ല. അതാണ് സ്വാതിരുനാളിൻ്റെ കാലഘട്ടത്തിൽ വന്നൊരു കഷ്ടം. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് പാടിയിരുന്നതെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിന് ശിഷ്യന്മാരില്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരും പഠിപ്പിച്ചതായിട്ട് നമുക്കൊന്നും അറിവില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ളവർ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് പാടി തുടങ്ങി എന്നുള്ളതാണ്. പിന്നീടാണ് ഒരു മുത്തയ്യ ഭാഗവതരും അല്ലെങ്കിൽ ചെമ്മങ്കുടി ശ്രീനിവാസരും ഒക്കെ ഇതിനെടുത്ത് കീർത്തന രൂപത്തിലാക്കി പ്രചരിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് കീർത്തനങ്ങൾ അച്ഛൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചേർത്തല എന്ന നഗരത്തിലെ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന്റെ പേര് വാരനാട്ട് ഭാഗത്തെന്നാണ് അറിവ്. അച്ഛൻ വളരെ ചെറുത്തിലെ ഇങ്ങനെ നാട് വിട്ട് പാട്ടിന് വേണ്ടി നാട് വിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ പഠിക്കണം എന്നൊരു ഒറ്റ ആഗ്രഹത്തോടു കൂടി തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയ, ഒരു പരിചയമില്ല ഈ നാട്, അങ്ങനെ ചേക്കേറിയ വ്യക്തിയായിരുന്നു. പക്ഷെ അന്ന് തന്നെ പാട്ടിന് വേണ്ടി തന്നെയായിരുന്നു അന്നത്തെ ജീവിതവും. എല്ലാം ഉപേക്ഷിച്ച് പാട്ടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ പാട്ടിന് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ്. അവിടെ ബന്ധങ്ങളൊന്നുമില്ല. അച്ഛനെ സംബന്ധിച്ച് പാട്ട് എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കണം, അതാര് പാടിയാലും. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളെയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നെ ഉൾപ്പെടെ
ഞാൻ പാടുമ്പോൾ ആകാശവാണിയിലെ ഓഡിഷൻ ബോർഡിൽ ഞാൻ പാടുമ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് അറിയുന്നത്, ഈ പാടുന്ന പേരും ഒന്നും ആളിനെ കാണാനും പറ്റില്ല. ഓഡിഷൻ നടത്തുമ്പോൾ മറ വച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ തന്നെ പറയുന്നു, ഈ ഇന്ന നമ്പർ വേണ്ട, പാടാൻ കൊള്ളില്ല എന്ന് തീരുമാനിക്കുന്നു. ഇത് പുറത്തിറങ്ങിയിട്ട് മറ്റ് ജഡ്ജസ് എന്നെ നിൽക്കുന്ന കണ്ടിട്ട് മോനെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൂടെ വന്നതാണ്. ഞാൻ പറഞ്ഞു ഓഡീഷൻ വന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണോ? ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞോ? ഗോകുൽ നായർ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു പാടി കഴിഞ്ഞു. ഏത് പാട്ടാണ് പാടിയത്? ഞാൻ പറഞ്ഞു ഇന്ന പാട്ടോ. അത് ശരി, അവിടെ തീർന്നു. വീട്ടിലും ചോദ്യമൊന്നുമില്ല, അമ്മ നന്നായിട്ട് പാടിയോ, അവന് കൊടുത്തോ, അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നുമില്ല. പിന്നീട് അറിഞ്ഞത് ഈ ജഡ്ജസ് പാനലിലുള്ളവർ, എനിക്കിപ്പോൾ ഓർമ്മയില്ല ആരൊക്കെയാണെന്ന്, അവരൊക്കെ എപ്പോഴും വീട്ടിൽ വരുന്നവരും പരിചയക്കാർ തന്നെയാണ്. അവർ ഗോകുൽ നായർ മോൻ പാടിയത് എന്തുകൊണ്ട് നേരത്തെ പറയാത്തത്? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവൻ ഓഡീഷൻ വന്നതല്ലേ. അപ്പോൾ നോക്കുമ്പോൾ നോട്ട് റെക്കമെൻഡ്. അപ്പോൾ പറഞ്ഞു ഗോകുൽ നായരെ നോട്ട് അങ്ങ് വെട്ടിയാൽ മതി, നോട്ട് റെക്കമെൻഡ് നോട്ടൊന്ന് വെട്ടിയാൽ ഓഡീഷനല്ലേ, കുഴപ്പമില്ല, പാടി. വേണ്ട, അവൻ അടുത്ത വർഷം വരെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരുവിധം കുറച്ചുകൂടെ നന്നായിട്ട് പാടിയിട്ട് അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ കിട്ടിയാൽ മതി തീരുമാനിച്ചു. അങ്ങനെ പാട്ടിന് വേണ്ടി അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ആകണമായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ അച്ഛൻ അങ്ങനെയായിരുന്നു. പാട്ടിന് ഒരു കോംപ്രമൈസും ഇല്ല, പാട്ടിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അച്ഛൻ തന്നെ ചെയ്ത ചിലപ്പം പകുതി പാട്ടുകൾ തന്നെ അച്ഛൻ ഉപേക്ഷിച്ച് കാണണം, നല്ലതല്ല എന്ന് മനസ്സിൽ തോന്നിയാൽ. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ ചെയ്തു വെച്ചു, പക്ഷേ തീരുമാനിക്കേണ്ട മറ്റുള്ളവരാ. ഇപ്പോൾ ഞാനിപ്പോൾ പാടുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നല്ലേ ഞാൻ പറയുള്ളൂ. അതുപോലെ ഞാൻ ചെയ്തൊരു മ്യൂസിക് നല്ലതായിരിക്കും, പക്ഷേ മറ്റുള്ളവരാണ് പറയേണ്ടത് ഇത് കൊള്ളാമെന്ന്, ഞാനല്ല. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകൾ ഞാൻ ചെയ്തു വെച്ചു, നല്ലതാണെങ്കിൽ ആൾക്കാർ പാടും, അല്ലാത്തത് പൊക്കോട്ടെ. അതാണ് അച്ഛൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇത്രയും പ്രതിഭാതനായ ഒരു സംഗീതജ്ഞൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് അദ്ദേഹം താങ്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ ഓർമ്മകൾ പണ്ടൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അച്ഛൻ ആനക്കോട്ടിൽ കർത്താക്കന്മാരുടെ കുടുംബത്തിലാണ് ജനനം. അത് വലിയ കുടുംബം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആനക്കോട്ടിൽ കർത്താക്കന്മാർ വളരെ പേരുകേട്ട കുടുംബത്തിലാണ് ജനനം. അപ്പൂപ്പൻ്റെ കുടുംബം, അമ്മൂമ്മയുടെ കുടുംബം എന്ന് പറയുന്നതും ഇതുപോലെ വലിയ വീട്ടിൽ അങ്ങനെ കണ്ടൊരു വലിയ കുടുംബമാണ് അവരുടെ. അമ്മൂമ്മ നാരായണി അമ്മ, അപ്പൂപ്പൻ പരമേശ്വര കർത്ത എന്നാണ് പേര്. അപ്പോൾ വീട്ടിലെ 7ാമത്തെ പുത്രനായിട്ടാണ് ജനനം. അതുകൊണ്ട് തന്നെ മുമ്പ് ചേച്ചിമാരെയൊക്കെ പാട്ട് പഠിപ്പിക്കുന്നത് ഒരുപാട് കേട്ട് വളർന്നിട്ടുണ്ട്. അവരെ വീട്ടിലെ ഭാഗവരെ ഇരുത്തി പാട്ട് പഠിപ്പിക്കുന്നതൊക്കെ കേട്ടാണ് അച്ഛൻ വളർന്നത്. അച്ഛൻ്റെ പക്ഷേ ഒരു 5 വയസ്സുള്ളപ്പോൾ തന്നെ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പൂപ്പൻ മരിച്ചു. ഒരു 10-15 വയസ്സോളം ആകുമ്പോഴും അമ്മൂമ്മയും മരിച്ചു. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള സംഗീത പഠനം അച്ഛന് മാനസികമായിട്ട് നടത്താൻ പറ്റുന്നുള്ളൊരവസ്ഥയല്ലായിരുന്നു. കാരണവന്മാർ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ അതുകൊണ്ട് തന്നെ അച്ഛൻ എങ്ങനെയൊക്കെയോ പൈസയൊക്കെ ഉണ്ടാക്കി. അച്ഛൻ പറയും ഇത്രയും വലിയ കുടുംബത്തിലാണ് ജനിച്ചത്, വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആയിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ സംഭാവനയായിട്ട് കൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് വേണ്ട, ഞങ്ങൾ കെട്ടിക്കോളാമെന്ന് പറയുന്ന തരത്തിലുള്ള കുടുംബമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അച്ഛൻ്റെ കഥ എന്ന് പറയുന്നത്, അച്ഛൻ അമ്മുമ്മയ്ക്ക് ഈ മക്കളെ വളർത്താനായിട്ട് അപ്പൂപ്പൻ ഇല്ലാത്തതുകൊണ്ട് കുറേ സ്ഥലവും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്നാലും അച്ഛൻ പറയുന്നത് ഞാൻ കാശുണ്ടാക്കി എൻ്റെ പൈസ കൊണ്ട് പഠിച്ച് എനിക്ക് സംഗീതം പഠിക്കണം. അതിനുവേണ്ടി ലോവറും ഹയറും പാസ്സാവാനായിട്ട് ഈ വീട്ടിൽ തന്നെ അച്ഛൻ കൃഷി ചെയ്യും. വെള്ളരിക്കയും മത്തങ്ങയൊക്കെ ഉണ്ടാക്കി അത് വിറ്റിട്ട് അതിൻ്റെ പൈസ ശേഖരിച്ച് വയ്ക്കും. അതുപോലെ അന്ന് ഈ കൊച്ചിയിലെ കപ്പലിൽ പെൻസിൽ വരും. അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. 10 അണയ്ക്ക് ഈ 12 പെൻസിൽ കിട്ടും, ഒരു ബോക്സായിട്ട് കിട്ടും. അപ്പോൾ ഈ അച്ഛൻ ഇത് കൂട്ടുകാർക്ക് ആർക്കെങ്കിലൊക്കെ ഇത് ഓരോന്നായിട്ടാണ് ഒളിപ്പിക്കുന്നത്. അപ്പോൾ ഒരെണ്ണയാണ്. അപ്പോൾ 12 അണ കിട്ടും, 2 അണ എക്സ്ട്രാ വരും. ഇത് ശേഖരിച്ച് വയ്ക്കും. അങ്ങനെ ആ ശേഖരിച്ച് വെച്ച് ഫീസൊക്കെ കൊടുത്ത് പിന്നെ അമ്മാവന്മാരുടെ സഹായത്തോടുകൂടിയൊക്കെയാണ് പഠിച്ച്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരണം, തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ പഠിക്കണം, സ്വാതിരനാൾ സംഗീത കോളേജിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അച്ഛൻ. അപ്പോൾ അവിടെ ലോവറും ഹയറും പാസ്സായി കഴിഞ്ഞു. പിന്നെ അന്നത്തെ
5th എന്താ പറയുന്നത് SSLC നമ്മുടെ ഇപ്പോഴത്തെ 10ാം ക്ലാസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് പഠിക്കാൻ. അച്ഛൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം, പക്ഷെ അതൊന്നും സാധിച്ചില്ല. തിരുവനന്തപുരം സ്വാതിരുന്നാൾ കോളേജിൽ പഠിക്കാനായിട്ട്, ഗാനഭൂഷണം പഠിക്കാനായിട്ട് വരുന്നു. ഇവിടെ അച്ഛൻ അത്യാവശ്യം ട്യൂഷനും പിന്നെ ആകാശവാണിയിലെ പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് അച്ഛൻ ഇവിടെ നിന്നത്. ഒരുപാട് അന്ന് അച്ഛൻ നന്നായിട്ട് മറ്റ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഗോപാലനാരുടെ കച്ചേരി കേൾക്കാൻ എല്ലാവരും ഓടിക്കൂടുമായിരുന്നു എന്ന് പറയും. അത്ര നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ അച്ഛൻ തന്നെ ഒരുപാട് പേരെ പഠിപ്പിക്കാനായിട്ടൊക്കെ, പഠനത്തിന് ശേഷം പഠിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ കച്ചേരി ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത്. അത്ര നന്നായിട്ട് അച്ഛൻ പാടുമായിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ ഒരു പക്ഷേ അച്ഛൻ്റെ അമ്മാവന്മാരോ ഒക്കെ പറഞ്ഞു കാണും, നീ ചെറുപ്പത്തിൽ തന്നെ പാടുമായിരുന്നു. വൈക്കത്തും അല്ലെങ്കിൽ അമ്പലപ്പുഴയിലൊക്കെ സ്ഥിരമായി കച്ചേരി ചെയ്യുമായിരുന്നു. അങ്ങനെ അച്ഛൻ അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കച്ചേരി അച്ഛനിവിടെ പാടുന്നത് ശമ്മങ്കടി സ്വാമി കേട്ടു. അദ്ദേഹം അന്ന് പ്രിൻസിപ്പളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നന്നായിട്ട് പാടുന്നുണ്ട്, കച്ചേരി ചെയ്യുന്നുണ്ട്, നീ വാ, എൻ്റെ അടുത്ത് വാ, ഞാൻ നിന്നെ പഠിപ്പിക്കാം, ശിഷ്യനാക്കാം. പക്ഷെ അച്ഛൻ അന്ന് പറഞ്ഞത്, ഇത്രയും വലിയൊരു മഹാഗുരുവിൻ്റെ അടുത്ത് വന്ന് പഠിക്കാനുള്ളൊരു നിലവാരം എനിക്ക് ആയോ എന്ന് സംശയമുണ്ട്, ഇത്തിരി കൂടെ ഞാൻ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. അന്നും അച്ഛൻ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ശിഷ്യനായിട്ട് കൂടെ നിന്ന് പഠിച്ചാണ് പിന്നീടുള്ള ജീവിതം. അത് കഴിഞ്ഞിട്ട് ആകാശവാണിയിൽ തന്നെ അച്ഛന് ജോലി കിട്ടുന്നു. ആദ്യം ആർട്ടിസ്റ്റായിട്ട്, പണ്ട് സ്റ്റാൻഡ് ബൈ ആർട്ടിസ്റ്റ് എന്നൊരു പോസ്റ്റ് ഉണ്ട്. അതായത് അന്ന് ലൈവാണല്ലോ, റെക്കോർഡിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണിക്ക് ഒരു ശാസ്ത്രീയ സംഗീതം കച്ചേരി ഉണ്ടെങ്കിൽ 8 മണിക്ക് ഇവരെത്തണം ആർട്ടിസ്റ്റ്. അന്ന് വണ്ടിയും ഒന്നും ഇല്ലല്ലോ, സൗകര്യങ്ങൾ കുറവല്ലേ. ഈ 8 മണിക്ക് ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ 8 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങണം. അപ്പോൾ സ്റ്റാൻഡ് ബൈ ആർട്ടിസ്റ്റായിട്ട് അന്ന് ഒരുപാട് പേര് ലളിതഗാനത്തിനും നാടകത്തിനൊക്കെ സ്റ്റാൻഡ് ബൈ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പാടണം, അല്ലെങ്കിൽ തമ്പുരു ഇട്ട് കൊടുക്കാൻ വേണം, അതല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ട് പാടണം സ്റ്റാൻഡ് ബൈ. അപ്പോൾ അച്ഛൻ അന്ന് ഇവിടെയും തിരുനെൽവേലിയിൽ ഒരുപാട് കച്ചേരി ചെയ്തിട്ടുണ്ട്. ആകാശവാണി ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് തിരുനെൽവേലിയിൽ പോയി ഒരുപാട് കച്ചേരി റേഡിയോയിൽ അച്ഛൻ പാടിയിട്ടുണ്ട്. പിന്നീട് സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് കയറി അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് കോഴിക്കോട് പോകുന്നത്. പിന്നെ പ്രൊഡ്യൂസറായി, ചീഫ് പ്രൊഡ്യൂസറായി. പിന്നെ അങ്ങനെ അച്ഛൻ അങ്ങനെ ഒരു ആകാശവാണി ജീവിതമായിരുന്നു. 82 അച്ഛൻ റിട്ടയർ ചെയ്യുന്നു. 1982 അത് കഴിഞ്ഞ് പിന്നെ ഒരു 74ാമത്തെ വയസ്സിൽ 1997 അച്ഛൻ മരിക്കുന്നു. അപ്പോൾ അതുവരെ സംഗീതം തന്നെയായിരുന്നു അച്ഛൻ്റെ പ്രാണവായു എന്ന് പറയുന്നത്. അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ എപ്പോഴും ഉണ്ട്, ചേർത്തലയിൽ കുറേ ബന്ധുക്കളുണ്ട്. ആ അച്ഛൻ്റെ 2ാമത്തെ തലമുറ മുതലാണ് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധുത്വമുള്ളത്. അച്ഛൻ ഏറ്റവും ഇളയ പുത്രനായതുകൊണ്ട് മുമ്പുള്ളവരുടെയൊക്കെ 2ാമത്തെ തലമുറ മുതലാണ് ഞങ്ങൾ കൂടുതൽ കമ്പനി എന്നാണ്. കാരണം അതിനു മുമ്പൊക്കെ ഉള്ളവർ പലരുമൊക്കെ വിട്ടുപോയി കഴിഞ്ഞു, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ മരിച്ചു പോയി കഴിഞ്ഞു. ഇനി അമ്മയുടെ കഥയിലോട്ട് വരാം. അമ്മ ലളിതാ തമ്പി, ലളിതാ ഗോപാലൻ എന്നായിരുന്നു പിന്നീട് കല്യാണത്തിന് ശേഷം അറിയപ്പെട്ടു. അമ്മയുടെ കുടുംബം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. തിരുവനന്തപുരത്തും അപ്പൂപ്പൻ തലക്കുളത്ത് കാരനായിരുന്നു. തലക്കുളം എന്ന് പറയുമ്പോൾ നമ്മുടെ തക്കല ആ ഭാഗത്തുള്ള നമ്മുടെ തമിഴ്നാട് ഭാഗം, നാഗർകോവിൽ ഭാഗത്തുള്ള തലക്കുളത്ത് വലിയ വീട്ടിലായിരുന്നു അപ്പൂപ്പൻ്റെ ജനനം. ആ വലിയ വീട് ഏതെന്ന് ചോദിച്ചാൽ തലക്കുളത്ത് വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ ഒരു തലമുറക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ പറയും ഇങ്ങനെ വേലുത്തമ്പിയുടെ. അപ്പോൾ ഞാൻ ഈ ആകാശവാണിയിലിരിക്കുമ്പോൾ ഈ തമാശയ്ക്ക് പറയും, വേലുത്തമ്പി ദളവ ആചാര ബാഹു എന്നാണ് കേട്ടുള്ളത്. അതായത് നല്ല ഒത്ത പൊക്കം, 6-6.5 അടി പൊക്കവും. അപ്പോൾ ഈ ആചാനബാഹു നമ്മുടെ സംസ്കൃതത്തിലെ പ്രയോഗമാണ്. ആചാനബാഹു നമ്മൾ പറഞ്ഞു കേൾക്കുമല്ലോ, അയാളെ കാണണം, അയാളൊരു ആചാനബാഹു. അതായത് ഈ കൈ മുട്ടിന് താഴെ വരെ നീളമുള്ള, അത്ര ബലിഷ്ഠമായിട്ടുള്ള കൈകളുള്ള ബാഹുബലി എന്നൊക്കെ പറയും. അതാണ് ആചാനബാഹു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആയിരുന്നു അദ്ദേഹം എന്നാണ്. അപ്പൂപ്പൻ്റെ പേര് തലക്കുളത്ത് പരമേശ്വരൻ തമ്പി. അച്ഛൻ്റെ അച്ഛൻ ആനക്കോട്ടിൽ പരമേശ്വര കർത്ത, 2 പരമേശ്വരന്മാരായിരുന്നു. അപ്പോൾ അപ്പൂപ്പന് ഇതുപോലെ ഭയങ്കര താല്പര്യമായിരുന്നു പാട്ടിനോട്. അപ്പൂപ്പൻ പാട്ടിന് വേണ്ടി ഇങ്ങനെ നടക്കും എന്നുള്ളതായിരുന്നു അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഞാനും അപ്പൂപ്പനെ ഒരുപാട് കണ്ടിട്ടുണ്ട്.
അപ്പൂപ്പൻ അവസാന സമയത്ത് എനിക്കൊരു ഫ്ലൂട്ടൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇന്നും. അപ്പൂപ്പന് പാട്ടും ഇൻസ്ട്രുമെൻസും എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഏത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ചവിട്ട ഹാർമോണിയം, അതുപോലെ ഹാർമോണിയം, വയലിൻ, ഇതെല്ലാം വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുമായിരുന്നു. അത്യാവശ്യം അപ്പൂപ്പൻ പാടുകയും ചെയ്യും. അതുപോലെ ഈ ഏത് കീർത്തനം കേട്ടാലും അത് എഴുതി നല്ല കൈയക്ഷരത്തിൽ എഴുതി അതിൻ്റെ നൊട്ടേഷൻ ഉൾപ്പെടെ എഴുതി പിന്നീട് അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. 7 മക്കളിൽ മൂത്തയാളായിരുന്നു അമ്മ. അവിടെ അച്ഛൻ്റെ അവിടെ 7 മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു അച്ഛൻ. അങ്ങനെ കുറേ സമയങ്ങളുണ്ട്. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. പാട്ടിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നത് കൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ ചോദിച്ചു, നിനക്ക് കോളേജിലോട്ട് പോകണം, അതേ സംഗീതം പഠിക്കാൻ സ്വഹരിനാൾ കോളേജിൽ പോകണം. അമ്മ പറഞ്ഞു സ്വഹരിനാൾ കോളേജിൽ പോയാൽ മതി. അങ്ങനെ അമ്മ സംഗീത പഠനം തുടർന്നു. ഈ അമ്മ സംഗീത കോളേജിൽ ചേരുന്നതിന് മുമ്പ് തന്നെ അമ്മ ഈ ആകാശവാണിക്ക് വേണ്ടി പാടുമായിരുന്നു എന്നുള്ളതാണ്. അന്ന് ട്രാവൻകൂർ ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ MLA ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തായിരുന്നു, യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിരുന്നു അന്നത്തെ റേഡിയോ നിലയം. അമ്മ അന്ന് മുതലേ പാടുമായിരുന്നു. അന്ന് ലളിതഗാനങ്ങളാണ് അമ്മ കൂടുതലും പാടിയിരുന്നത്. അന്നത്തെ പ്രശസ്തരായിട്ടുള്ളവരുടെ എല്ലാം പാട്ടുകൾ അമ്മ ആകാശവാണിയിൽ എന്ത് സ്പെഷ്യൽ പ്രോഗ്രാം വന്നാലും ലളിതാ തമ്പിയുടെ ശബ്ദം കാണും. കാരണം അമ്മ പെട്ടെന്ന് പഠിക്കുമായിരുന്നു, നല്ല ഉച്ചസ്ഥായിയിൽ അമ്മ പാടുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അമ്മ പാടി വന്നു. അക്കാഡമിയിൽ ഗാനഭൂഷണം കഴിഞ്ഞു. പാട്ട് പിന്നെ കച്ചേരികൾ ചെയ്തു തുടങ്ങി. ധാരാളം കച്ചേരികൾ അമ്മയും ചെയ്തു തുടങ്ങി. പിന്നീടായിരുന്നു 55-ൽ ആ സമയത്ത് 52-ലെങ്ങാണ്ട് ഇതുപോലെ ആകാശവാണിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരുനേനാർകുറിച്ചി മാധവൻ നായർ, അദ്ദേഹം ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലളിത ഇങ്ങനെ ഒരു സിനിമയിൽ പാടാൻ മെരിലാൻഡിലൊരു പുതിയ ചിത്രം നിർമ്മിക്കുന്നുണ്ട്, അതിനുവേണ്ടി പാടാമോ? അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പൂപ്പൻ പറഞ്ഞു പിന്നെന്താ പാടാം. അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടുകാർക്കൊന്നും താല്പര്യമില്ല. അന്നൊക്കെ ഈ സിനിമയിലൊക്കെ പാടാൻ പോവുക, നാടകത്തിൽ അഭിനയിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. ഉടനെ അവർ ഈ കുടുംബമൊക്കെ പറയും, കണ്ടില്ലേ വലിയ ഈ കുടുംബത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കും. അപ്പൂപ്പൻ പറഞ്ഞില്ല, നീ പോയി പാടണം. അങ്ങനെ മെരിലാൻഡിൻ്റെ ആദ്യത്തെ ചിത്രം ആത്മസഖി 52-ലെ, അതിനുവേണ്ടി പാടാനായിട്ട് പാട്ടൊക്കെ പഠിച്ചു. കമുകറ സാറാണ് കൂടെ പാടുന്നത്. ആ പാട്ട് എന്ന് പറയുന്നത് അകലത്തങ്ങകലത്തങ്ങാചര തളിരിടും താരകേ അളവുറ്റ നീയന്മാരിലേക്കായി അണയുക ഓമലേ. നല്ലൊരു പാട്ടാണ്, ഡിബേറ്റാണ്. ഇവർ രണ്ടുപേരും പാട്ടൊക്കെ പഠിച്ചു. റെക്കോർഡിങ്ങിൻ്റെ അന്ന് മെഷീൻ കംപ്ലൈൻ്റ് ആവുന്നു, റെക്കോർഡിങ് ക്യാൻസൽഡ്. പക്ഷേ ഈ പാട്ട് അത്യാവശ്യം എടുത്തേ പറ്റൂ. പടത്തിൻ്റെ ബാക്കി എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ മദ്രാസിലേക്കോ ബോംബെയിലേക്കോ റെക്കോർഡിങ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് വീട്ടിൽ വന്ന് പറയുന്നു, അമ്മൂമ്മ ഒരു തരത്തിലും വിടില്ല. അപ്പൂപ്പൻ പകുതി മനസ്സാണ്, കുഴപ്പമില്ല പോയി പാടാം. അമ്മൂമ്മ പറഞ്ഞു ഒരു കാരണവശാലും പുറത്തേക്കൊക്കെ പോയി യാത്രയൊക്കെ ചെയ്ത് 2-3 ദിവസം പോരല്ലോ, ഒരാഴ്ചയെങ്കിലും വേണം പോയി വരാൻ. മോളെ പുറത്ത് വിടുന്ന പ്രശ്നമേ ഇല്ല, പാടാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു, ആ പാട്ട് ഉപേക്ഷിച്ചു. പിന്നെ എന്തോ കാരണം കൊണ്ട് തന്നെ കമുകറ സാറിനും എന്തോ പോകാൻ പറ്റിയില്ല. അങ്ങനെ 2 പേരുടെയും ഈ പാട്ട് അവിടെ തീർന്നു. പിന്നീട് അത് പാടിയത് ലീല ചേച്ചിയും ഒരു മോത്തി എന്ന് പറയുന്ന ഒരു ഗായകനുമാണ് പിന്നീട് ഈ പാട്ട് നമ്മുടെ റെക്കോർഡ്സിൽ കാണുന്നത്. അപ്പോൾ അമ്മയ്ക്കൊക്കെ അമ്മ എപ്പോഴും പറയും ഭയങ്കര സങ്കടമായിരുന്നു ഈ പാട്ട്. അത് ഇത്രയും ഒരു ഇങ്ങനത്തെ ഘട്ടത്തിൽ അന്ന് പഠിച്ച് അന്ന് ഈ പാട്ട് പാടുക ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. ഇന്ന് ഞാനിപ്പോൾ പാടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം വേറൊരാൾക്ക് വന്ന് ഈ പാട്ട് പാടാം, പാട്ട് മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാം. അന്ന് ഒരാഴ്ച കൊണ്ട് പഠിച്ച് എല്ലാം ഓർക്കസ്ട്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ അവസ്ഥ വന്നത്. അപ്പോൾ അമ്മ വിചാരിച്ചു ഇനിയിപ്പോൾ എന്നെ പാടാൻ വിളിക്കുകയില്ല, കാരണം ഇങ്ങനെ ഒരു ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ. പക്ഷേ വീണ്ടും അമ്മയെ അടുത്ത ചിത്രത്തിലും പാടാൻ വിളിച്ചു. അങ്ങനെ 55 വരെ ഒരു 3-4 വർഷത്തോളം അമ്മ സിനിമയിൽ പാടി. ഹരിശ്ചന്ദ്രയിൽ പാടി. ഹരിശ്ചന്ദ്രയിലെ അമ്മയുടെ പാട്ട് എന്നെടുത്ത് പറയാൻ അമ്മയും CS രാധാദേവി എന്ന് പറയുന്ന അവർ രണ്ടുപേരും ഇന്ന് ഈ വളരെ സീനിയേഴ്സായിട്ടുള്ളവർ ജീവിച്ചിരിപ്പുള്ളൂ. വലിയൊരു ഭാഗ്യമാണ്. രാധാദേവി ചേച്ചി ഞാനൊക്കെ വിളിക്കും, ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു പിന്നീട്. അപ്പോൾ CS രാധാദേവിയും അമ്മയും ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട്, കാട്ടുമുല്ലേ
നാണം കാട്ടിയിടല്ലേ, നീ കാത്തിരിക്കും വണ്ട് വന്നില്ലേ, കരിവണ്ട് വന്നില്ലേ, ചുണ്ടട്ടണന ടണന ടനനനന്ന. അങ്ങനെ ഒരു പാട്ട്. അതായത് രതിവിരതികളുടെ നൃത്തമാണ്. ഈ എന്താണ്, ഹരിശ്ചന്ദ്രയുടെ മനസ്സിളക്കാനായിട്ട് രതിവിരതികളുടെ നൃത്തമായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ പാടുന്നത്. പക്ഷെ അമ്മ അത് പാടിയെങ്കിലും അതിനകത്ത് 10-15 പാട്ടുകളുണ്ട്. ഇതെല്ലാം അമ്മ കോറസ് അമ്മയും കൂടെ ചേർന്നാണ് പാടിയിട്ടുള്ളത്. അതിനകത്ത് എങ്ങനെയോ അച്ഛനും അതിനകത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കാട്ടുമുല്ലേ നാണം കാട്ടിയിടല്ലേ, നീ കാത്തിരിക്കും വണ്ട് വന്നില്ലേ, കരിവണ്ട് വന്നില്ലേ, ചുണ്ടട്ടണന ടണന ടനനനന്ന.